അപ്പോൾ ഈ യോഗ നമ്മളിവിടെ ആദ്യ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ എത്ര സ്റ്റെപ്പുകളുണ്ട്, അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാം. ഈ യോഗ എന്ന് പറയുമ്പോൾ 32 സ്റ്റെപ്പുകളുണ്ട്. തുടക്കം സുഖാസനത്തിലാണ് തുടങ്ങുന്നത്. സുഖാസനം, യോഗമുദ്ര, പാർശ്വയോഗമുദ്ര, ജാനുശിരാസനം, പശ്ചിമതാനാസനം, ഉപവിഷ്ടകോണാസനം, ഇങ്ങനെ പോകുന്നു. ഉപവിഷ്ടകോണം 32 ഒരു ദിവസം ഒരാൾ ചെയ്യണം, ഒരു അരമണിക്കൂർ. ഓരോന്നും ഈ സുഖാസനം എന്ന ആസനം ഒഴികെ ബാക്കിയെല്ലാം 5 ശ്വാസോച്ഛ്വാസേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ചെയ്താൽ മതി. അതെ, അര മിനിറ്റ്. 5 ശ്വാസോച്ഛ്വാസം അര മിനിറ്റേ വരുള്ളൂ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ. അതായത് നമ്മൾ മിനിറ്റ് സാധാരണ ആരോഗ്യമുള്ള ആൾ 14 പ്രാവശ്യം ശ്വസിക്കുക. അപ്പോൾ ഇത് 15 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന കാര്യമല്ലേ ഇത്? അല്ല, 15 മിനിറ്റ് പോരല്ലോ. സുഖാസനം എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് നേരം വരുമല്ലോ. സുഖാസനം 5 മിനിറ്റ് നേരം വരും. പിന്നെ ശവാസൻ്റെ ഒരു 5 മിനിറ്റ് വരും. അങ്ങനെ എല്ലാം കൂടി കൂട്ടിക്കലർത്തിയിട്ടാണ് 6 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അത് ക്രമമായി ചെയ്യുമ്പോൾ എത്ര മാസം കൊണ്ടായിരിക്കും ഇതിന്റെ റിസൾട്ട്? ഇത് 20 ദിവസം മതി ശരിക്കും പഠിക്കാൻ. അല്ല, ഇതിന്റെ ശരീരത്തിന് ഒരു 40 ദിവസമെങ്കിലും വേണം ശരിക്ക് വ്യത്യാസം അറിയാൻ. ചില ആൾക്ക് പെട്ടെന്ന് അറിയുന്നുണ്ട്. ഇപ്പോൾ 3-4 ദിവസം കൊണ്ടൊക്കെ അറിഞ്ഞപ്പോൾ ഇവിടെ വന്ന ആളുകൾക്കൊക്കെ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ട്. 3-4 ദിവസം കൊണ്ട് തന്നെ വളരെ വ്യത്യാസം തോന്നി. അവർക്ക് ഒരു ഉഷാറ് തോന്നുക, കുഴപ്പമില്ല എന്നൊക്കെ പറയുക. ഇവിടെ വന്ന് അങ്ങനെ 1-2 പേര് അങ്ങനെ പറഞ്ഞു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് കൃത്യനിഷ്ഠയാണ്. അതാണ് യോഗയുടെ പ്രത്യേകത. യോഗ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഒരു കൃത്യനിഷ്ഠയെ കൂടിയാണ്. രാവിലെ എണീക്കുക, അത് എന്നും കൃത്യസമയത്തായിരിക്കും. അത് ഒരു കൃത്യസമയമായിരിക്കണം. അത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉണർന്നിരിക്കണം. ഒരു 5 മിനിറ്റോ അരമണിക്കൂറോ മുമ്പ് എത്ര മുമ്പ് എണീറ്റാലും അത്രയും നല്ലതാണ്. എന്താ വെച്ചാൽ കാരണം വെച്ചാൽ ആ സമയത്ത് നമുക്ക് നല്ല ഓക്സിജൻ കിട്ടും. ശുദ്ധവായു ആയിരിക്കും ആ സമയത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്. സൂര്യൻ ചൂട് പിടിച്ചിങ്ങനെ വരുന്നതിനനുസരിച്ച് വായു ഇങ്ങനെ വികസിച്ച് പൊടിപടലങ്ങൾ വിട്ട് അശുദ്ധമാകും. ഇപ്പോൾ ഇത് വ്യായാമം നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ രാവിലെ ചെയ്യണം. വ്യായാമം ചെയ്യുക തുടക്കം അവിടെയാണ്. രാവിലെ ചെയ്യണം. അത് എന്തിനാണ് രാവിലെ ചെയ്യുന്നത് പറയാൻ പറ്റുമോ? എന്തിനാണ് രാവിലെ? സൂര്യകിരണങ്ങളുമായി ബന്ധപ്പെടുത്തി അല്ല, രാവിലെ നമ്മൾ ഇന്നലെ ശാരീരികമായി മാനസികമായി പല ജോലികളും ചെയ്തു. സന്ധ്യ ആയപ്പോൾ അല്ലെ ഒരു 9 മണിയായപ്പോൾ നമ്മളെ പ്രകൃതി തന്നെ നമ്മളെ ഉറക്കുന്നതാണ് രാത്രിയിലത്തെ ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ഒന്ന് ചലിപ്പിക്കുക, മനസ്സിനൊന്ന് ഉണർത്തുക, അതിനുവേണ്ടി വ്യയം ചെയ്യുക ശരീരത്തെ. അതിനാണ് വ്യായാമം എന്ന് പറയുന്നത്. ശരീരം ഇളക്കുക എന്ന് പറഞ്ഞാൽ ശ്വാസകോശം ഇളക്കുന്നുണ്ട്, കൈകാലുകൾ ഇളക്കുന്നുണ്ട്. ഇതൊക്കെ ഈ യോഗയിൽ വരും. പ്രാണായാമം എങ്ങനെയാണ് ചെയ്യേണ്ടത്? മുറകളെ പറ്റി ഒന്ന് പറയാമോ? പ്രാണായാമം എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടിരിക്കണം. ബോഡിക്ക് എവിടെ ഒരു ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല, ഒരു പീഡനം ഉണ്ടാകും, ആയാസം. ശരിക്ക് നമ്മളിപ്പോൾ ഒരു അയഞ്ഞിരിക്കുന്ന മാതിരി ഇരിക്കാൻ കഴിയണം. അത് ഇന്ന് സുഖാസനം മാത്രമേ ഉള്ളൂ. സുഖാസനത്തിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും നെട്ടൽ നല്ലപോലെ നിവർന്നിരിക്കും. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇപ്പോൾ നെട്ടൽ നിവർന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ പ്രവർത്തനം ഒന്നുകൂടി കൂടും. സ്പൈനൽ കോഡ് ജീവശക്തി നമ്മുടെ സ്പൈനൽ കോഡിനുള്ളിൽ കൂടിയാണല്ലോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പെറ്റുവിറ്റി ഗന്ധ വരെ പോകും. അതിനോട് മൂലാധാരം വരെ, മൂലാധാരം മുതൽ സഹസ്ര, അതെ, ആജ്ഞാചക്രം വരെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിനാണ് കുണ്ടാലിനി ശക്തി എന്ന് പറയുക. അത് ആചാര്യന്മാർ ആ പേര് കൊടുത്ത് നമ്മളെ പേടിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ശക്തി നമ്മുടെ സാധാരണ ശക്തി തന്നെയാണ്. ആ കുണ്ടാലിനി ശക്തി ഉണർത്തി എന്നൊക്കെ പറയുമ്പോൾ ഇതെന്തോ ഒരു വലിയൊരു സാധനമാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുക. ഇത് ആചാര്യന്മാർ, അന്നത്തെ ആചാര്യൻ മഹർഷിമാരൊക്കെ എല്ലാം ത്യജിച്ച് കുടുംബ ബന്ധങ്ങളും സമൂഹ ബന്ധങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് അവർ ഈശ്വര സാക്ഷാത്കാരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വ്യായാമ മുറകൾ ഇതാക്കിയതാണ് ഈ യോഗ. യോഗ എന്ന് പറയുന്നത് അതിനാണ്. അപ്പം അത് അവർ ആ കാലത്ത് ആ കാലഘട്ടത്തിൽ അങ്ങനെ അവർ ചെയ്തിരുന്നതാണ്. ഇതിലിപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന നിത്യ ലളിത യോഗ ആസനക്രമങ്ങളിൽ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷൻസ് താങ്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്? അതായത് ഇപ്പം നമ്മൾ വെജിറ്റേറിയൻ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇത് ആഹാരത്തെ സംബന്ധിച്ചിടത്തോളം വെജിറ്റേറിയനാണ് ഏറ്റവും ശരീരത്തിന് പറ്റുന്ന ആഹാരം. താങ്കളുടെ ഈ നീണ്ട കാലയളവ്, 60 നൂറ്റാണ്ട് കാലത്തെ കാലയളവിനകത്ത് വിദേശ രാജ്യത്ത് നിന്ന് എത്ര ആൾക്കാർ താങ്കൾ പരിശീലിപ്പിച്ചിട്ടുണ്ട് യോഗ? എത്ര പേർക്ക്? ചുരുങ്ങിയതൊരു 30-35,000 പേരെ ഈ 50 വർഷം കൊണ്ട് പഠിപ്പിച്ചതായിട്ടാണ് എൻ്റെ അറിവ്. അതിൽ വിദേശികളുമുണ്ട്? വിദേശികളില്ല. വിദേശികളെന്ന് പറഞ്ഞാൽ 2 ഫിലിപ്പൈൻസ് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. എല്ലാ രോഗങ്ങൾക്കും യോഗയിൽ ചികിത്സ? എല്ലാ രോഗങ്ങളും ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. എയ്ഡ്സ് ഒഴികെ ബാക്കി എല്ലാ രോഗത്തെയും ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്.
അതിന് വേണ്ട റിസൾട്ട് കിട്ടിയിട്ടുണ്ട്? എല്ലാത്തിനും അതിന് നിവാരണം കിട്ടിയിട്ടുണ്ട്. 3/4 ഭാഗം ആളുകൾക്കും. അത് എൻ്റെ ഇതിനനുസരിച്ച് പെരുമാറുന്ന ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. അതുപോലെ നേരത്തെ നമ്മൾ ഈ മീറ്റിങ്ങിന് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഏറ്റവും ശ്വാസം നമുക്ക് ഒരു മിനിറ്റിൽ ഇത്ര ശ്വാസം ഉണ്ടെന്ന്. 14 എത്ര? സാധാരണ ഇതിൽ ഒരാൾ നല്ല ആരോഗ്യമുള്ള ആൾ 14 പ്രാവശ്യമാണ് 14 പ്രാവശ്യം ശ്വസിക്കുന്നത് ക്രമേണ കുറച്ച് 10 ആക്കണം. അതെ, കുറച്ച്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ദീർഘായുസ് കൂടുന്നുണ്ട്. അപ്പൊ എന്തായാലും മറ്റുള്ള വ്യായാമ മുറകൾ നമ്മുടെ ശരീരത്തിന് പീഡിപ്പിക്കുന്ന വ്യായാമ മുറകളെക്കാളും ഏറ്റവും നല്ലത് ഏത് പ്രായത്തിലും ഏത് അവസ്ഥയിലിരിക്കുന്ന ആളിനും നമ്മൾ 10 വയസ്സ് കഴിയുമ്പോഴാണ് വ്യായാമം തുടങ്ങേണ്ടത്. അതുവരെ നമുക്ക് വ്യായാമം വേണ്ട. 10 വയസ്സിന് മുമ്പ് വ്യായാമം ചെയ്യിച്ചാൽ ആ കുട്ടിയുടെ ജീവിതം പോക്കായിരിക്കും, മോശമായിരിക്കും. 10 വയസ്സിന് മുമ്പ് നിർബന്ധിക്കരുത്. അവർക്ക് പ്രകൃതി കൊടുക്കുന്നുണ്ട്. അവർക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് വ്യായാമം നമ്മൾ പറയാൻ അവർ ഓടുന്നു ചാടുന്നു ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. അവർ അങ്ങനെ നട്ടൽ നിവർത്തിയിരുന്നതിന് ശേഷം പ്രാണായാമത്തിന്റെ അതെ, നട്ടൽ നിവർത്തിയിരുന്നുകൊണ്ടാണ് ആദ്യം പ്രാണായാമം തുടങ്ങേണ്ടത്. ഇപ്പോ ഇവിടുത്തെ ഈ യോഗ സെന്റർ ആരംഭിച്ചിട്ട് കുറച്ച് മാസമേ ആയിട്ടുള്ളൂ. നിത്യ ലളിത യോഗ എന്നുള്ള അതാണ് ഇവിടുത്തെ പ്രാധാന്യമുള്ള യോഗാസന ക്രമം. ഇത് ഇവിടുത്തെ ആൾക്കാർ എത്രമാത്രം മനസ്സിലാക്കി? ഇവിടുത്തെ വരുന്ന ആൾക്കാർ, അതായത് ഇവിടെ വരുന്ന ഇത് യോഗ ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സ് ഒരുവിധം നല്ല അഭിപ്രായമാണ്? നല്ല അഭിപ്രായം ഉണ്ടാകും അവർക്ക്. ഇപ്പം 5-6 ദിവസം കൊണ്ട് തന്നെ അവർക്ക് ഈ മനസ്സിനിങ്ങനെ, അതായത് ശ്വാസോച്ഛ്വാസം കൂടി ശ്രദ്ധിക്കുന്നതിനെ കൊണ്ട് ടെൻഷൻ വരെ മാറി. ടെൻഷൻ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. വളരെ സുഖമുണ്ടെന്നാ പറയുന്നത് എല്ലാവരും. സർവ്വ അസുഖങ്ങൾക്കും പ്രധാന കാരണം ടെൻഷനാണ്. സാറിന്റെ കുട്ടിക്കാലം, സാറിന്റെ സ്ഥലം, സാറ് ജനിച്ച സ്ഥലം കോഴിക്കോടാണെന്ന് പറഞ്ഞു. എവിടെയാണ് കോഴിക്കോട്? കോഴിക്കോട് ബാലുശ്ശേരിക്കടുത്ത് പനങ്ങാട് എന്ന ഗ്രാമം, പനങ്ങാട് പഞ്ചായത്ത് എന്ന ഗ്രാമം. അവിടെ എത്ര വയസ്സ് വരെ അവിടെ ഉണ്ടായിരുന്നു? ഞാൻ എൻ്റെ 18 വയസ്സ് വരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 10 വർഷം കേരളത്തിന് പുറത്ത്, മൈസൂർ, ബാംഗ്ലൂർ, ഉത്തർപ്രദേശ്. യോഗയുമായി ബന്ധപ്പെട്ട് പോയത് അല്ല, വേറെ ജോലിയായിട്ട് പോയതായിരുന്നു. അതിനുശേഷമാണ് യോഗയിലേക്ക് തിരിയുന്നത്. 1959-60 യോഗയിലേക്ക് തിരിയുന്നത്. അത് തിരുവനന്തപുരത്ത്. അതായത് കോട്ടയത്ത് വെച്ചിട്ട്. തിരുവനന്തപുരത്ത് വെച്ചിട്ട് 1962-63 തിരുവനന്തപുരത്ത് വെച്ചിട്ട് ട്രെയിനിങ്ങിന് പോയത്, സർക്കാർ ട്രെയിനിങ്. അതിനുശേഷം സ്ഥിരമായി ഒരു കേന്ദ്രം ബാലുശ്ശേരി പനങ്ങാട് ഗ്രാമം. എത്ര വർഷത്തോളം ഉണ്ടായിരുന്നു? ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. അത് സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. എറണാകുളത്ത് ഈ യോഗ കേന്ദ്രം, ഈ നിത്യ ലളിത യോഗ കേന്ദ്രം തുടങ്ങാനുള്ള കാരണം എന്താണ്? നമ്മുടെ കേരളത്തിൽ എറണാകുളം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ദൂഷ്യമായ സ്ഥലം. പ്രകൃതിയുടെ ദൂഷ്യം, മറ്റുള്ള കാര്യങ്ങളുടെ ദൂഷ്യം എല്ലാം, പൊല്യൂഷനൊക്കെ കൂടുതൽ. അതെ. പിന്നെ ശരിക്കുള്ള പ്രാണവായു ഇല്ലാത്ത സ്ഥലം. ശരി, അങ്ങനെയൊരു സ്ഥലമായിട്ടാണ് ഇപ്പോൾ എറണാകുളം കാണുന്നത്. എല്ലാ കാര്യങ്ങളും കൊണ്ടും വളരെ ആരോഗ്യത്തിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ എറണാകുളത്തേക്ക് വരാൻ തീരുമാനിച്ചത്. വളരെ നല്ല കാര്യം. ഓർഗാനിക് മെഡിസിൻസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അതിന്റെ പ്രത്യേകത എന്താണ്? പ്രത്യേകത നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അതേ സാധനങ്ങൾ, അതേ രൂപത്തിൽ, വേറെ കലർപ്പൊന്നുമില്ലാതെ, വേറെ കീടനാശികളോ അങ്ങനത്തെ യാതൊന്നും ഇല്ലാതെ അത് തന്നെ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് അത് ഉടനെ തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. അത് ശരീരത്തിന് വളരെ നേട്ടം ഉണ്ടാക്കുന്നതാണ്. അത് മറ്റ് രാസവസ്തുക്കളൊന്നും ഇല്ലല്ലോ. രാസവസ്തുക്കൾ ചേരുന്ന ഏതും ശരീരത്തിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കും. പാർശ്വമില്ലാത്ത ഈ രാസവസ്തുക്കളൊന്നുമില്ല. അത് എവിടെ നിന്നാണ് വരുന്നത്? അത് വയനാട്ടിലെ പുൽപ്പള്ളി, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ, കാടും മലകളൊക്കെ ധാരാളമുള്ള പുൽപ്പള്ളി, വയനാട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അറിയാം. അപ്പൊ അങ്ങനെയുള്ള നല്ല ഒറിജിനൽ പ്ലാന്റുകളിൽ നിന്ന് വരുന്നതാണ്. അതായത് കീടനാശികളൊന്നും ഇല്ല. അപ്പൊ അത്രയും എഫക്ട് ശരീരത്തിൽ അവിടെ പ്രകൃതി തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. പിന്നെ കീടനാശി വരേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഇത്രയും ബിസി ടൈമിൽ നമ്മോടൊപ്പം അരമണിക്കൂർ ചെലവഴിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഈ യോഗാസന മുറകളെ പറ്റിയും ഈ യോഗ ക്രമങ്ങളെ പറ്റിയും ഓർഗാനിക് മെഡിസിനെ പറ്റിയും എല്ലാം വളരെ ബ്രീഫായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് നമ്മുടെ പ്രേക്ഷകർക്ക് ഏറെ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും താങ്കളുടെ ക്ലാസ്സുകൾ വളരെ പുരോഗമിക്കട്ടെ എന്നും താങ്കൾക്ക് ദീർഘായുസ് ഞാൻ നേർന്നുകൊണ്ടും ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും വളരെ നന്ദി. നിങ്ങളുടെ ഈ സ്ഥാപനത്തിനും നന്ദി. ഇത്രയും നേരം ഇക്കോ ലൈഫ് യോഗ ആൻഡ് ഓർഗാനിക് മെഡിസിൻ സെന്ററിന്റെ ഗുരുനാഥനായ യോഗാചാര്യ, യോഗ ചികിത്സാ നിപുണ ശ്രീ ബാലകൃഷ്ണ കിടാവുമായുള്ള അഭിമുഖം ആണ് ഇവിടെ നടന്നത്. അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ യോഗയെപ്പറ്റി നിങ്ങൾക്കെല്ലാം ഉൾക്കൊള്ളാൻ കഴിഞ്ഞുവെന്ന്
ഞാൻ വിശ്വസിക്കുന്നു. പ്രേക്ഷകരോടായി ഇന്നത്തെ ചോദ്യം: മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലം എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലം എവിടെയാണ്? ശരി ഉത്തരം താഴെ പറയുന്ന ടെലിഫോൺ നമ്പറിൽ അറിയിക്കുക. വിളിക്കേണ്ട ഞങ്ങളുടെ ഫോൺ നമ്പർ 0484-231-7784. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7784. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.